പ്രിയങ്കരനായ അധ്യക്ഷൻ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് മെഹബൂബ് IT, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ KM ഷാജി, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സിറാജ് വടക്കുംപാടും ജാബിർ തങ്കയും അടക്കമുള്ള ഇതിൻ്റെ സംഘാടകർ, ഈ പരിപാടി ശ്രവിക്കാനെത്തിയ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉജ്ജ്വലമായ ഒരു ഉദ്ഘാടന പ്രസംഗം പ്രിയങ്കരനായ ഷാജി സാഹിബ് ഇവിടെ ഇതിനകം നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ടൊരു ദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് അടിവരയിടുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സമ്മേളനമാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് 40 ദിവസമായി ഈ സമ്മേളനത്തിൻ്റെ വിവിധ പരിപാടികൾ ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നു എന്നാണ്. ഇന്ന് വൈകിട്ടൊരു വലിയ പ്രകടനവും ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുകയുണ്ടായി. ഏത് കവലകളിൽ നോക്കിയാലും, ഏത് ടൗണുകളിൽ നോക്കിയാലും പഴയതുപോലെ അല്ല. ഒരു 4 യുവാക്കളെ കാണാൻ വലിയ പ്രയാസമുള്ളൊരു കാലമാണ്. പ്രവാസത്തേക്ക് ചേക്കേറുന്ന യുവാക്കളുടെ തോത് വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സമയം. തൃക്കരിപ്പൂരൊക്കെ ആണെങ്കിൽ മലേഷ്യയിലേക്ക് വലിയ തോതിൽ ആളുകൾ പോകുന്ന ഒരു പ്രദേശമാണ്. ജോഹറിലൂടെയൊക്കെ വെറുതെ ഇങ്ങനെ നടന്നാൽ തൃക്കരിപ്പൂരുകാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാവും. അത്രയധികം ആളുകൾ പ്രവാസ ലോകത്താണ്. അങ്ങനെ ഒരു സമയത്തൊരു വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ച് അതിൻ്റെ സമാപനമെന്നോണം ഒരു വലിയ പ്രകടനവും പൊതുസമ്മേളനവും നടത്താൻ സന്നദ്ധമായ പ്രിയപ്പെട്ട പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളെ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഏറെ സക്രിയമായി ഇടപെടേണ്ട ഒരു സമയമാണിത്. ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് യുവാക്കൾ നേതൃത്വം കൊടുക്കേണ്ട ഒരു സമയമാണിത്. പൊതുവെ നമ്മൾ പറയാറുണ്ട്, രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് അങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കുട്ടികളോട് ഉപദേശിക്കുന്ന ഒരു കാര്യം, രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് അധികം സജീവമായി ഇറങ്ങേണ്ട കാര്യമില്ല എന്നാണ്. ഈയിടെയാണ് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. വലിയ ഒരു ജനവിഭാഗം വോട്ട് ചെയ്തേയില്ല. ഒരു അമേരിക്കക്കാരനെ കണ്ടാൽ നിങ്ങൾ ചോദിക്ക്, നിങ്ങൾ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തില്ല. എന്തുകൊണ്ടാണ് അമേരിക്കക്കാർ വോട്ട് ചെയ്യാൻ പോകാത്തത്? ഒരു അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിച്ചാലും അവർക്ക് വലിയ മാറ്റം ഫീൽ ചെയ്യുന്നില്ല. ഒരു അമേരിക്കക്കാരൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, പേഴ്സണൽ ഫ്രീഡം. അമേരിക്കയിൽ ആര് ഭരിച്ചാലും ഒരാളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ആ രാജ്യത്തെ ഭരണകൂടം ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കക്കാർ പറയും, ആര് ഭരിച്ചാൽ എന്താണ്, ഞങ്ങൾക്ക് വലിയ മാറ്റമില്ല. എന്നാൽ വർത്തമാനകാല ഇന്ത്യയിൽ ഒരാൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? ആര് രാജ്യം ഭരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊരു ഇന്ത്യക്കാരന് പറയാൻ കഴിയുമോ? പൊതുവിൽ നമ്മൾ പറയാറുണ്ട്, ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. അതുമാത്രമാണോ ഇന്നത്തെ ഇന്ത്യയിൽ സംഭവിക്കുന്നത്? രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കുന്നത്? ഈ രാജ്യത്തെ ഒരു പൗരന്റെ പൗരത്വം പോലും തീരുമാനിക്കുന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമാണ്, ഭരണകൂടമാണ്.
ഒരു പൗരന് ആര് ഭരിച്ചാലും ശരി എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയോ? ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കഴിയോ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സമ്പൽ 5 ചെറുപ്പക്കാർ വെടിയേറ്റു മരിച്ചത്. ആരാധനാലയങ്ങളുടെ പിറകെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ആ പള്ളികളുടെ അടിയിൽ മാന്തി നോക്കാൻ വേണ്ടി നീങ്ങുന്ന ഒരു കാലമാണിത്. ഒന്നിന് പിറകെ ഒന്നായി മധുര, കാശി, അജ്മീർ, സമ്പൽ, ഷാഹി മസ്ജിദ്, ഓരോ പള്ളികളുടെയും പിറകെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ. ആരാധനാലയ പ്രവർത്തനം കൊണ്ട് എന്തു കാര്യം? ഇപ്പൊ രാജ്യത്തെ സർവേകൾ മുഴുവൻ നിർത്തിവെക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞു. അത് കോടതിയല്ലേ? ഷാജിക്ക് എവിടെ അത് സംബന്ധിച്ച് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രവർത്തനമാണ്. സുപ്രീം കോടതി സർവേകൾ മുഴുവൻ നിർത്തിവെക്കാൻ പ്രചോദനമായ ഒരു നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാക്കിയത് ആരാണ്? രാഷ്ട്രീയ നേതൃത്വമല്ലേ? ആ രാഷ്ട്രീയ നേതൃത്വം ആരാണ്? അത് മറ്റാരുമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയില്ലേ? രാഷ്ട്രീയമല്ലാതെ മറ്റു വഴികളില്ല. ഈ രാജ്യത്ത് നിയമം ഉണ്ടാക്കുന്നത്, ഈ രാജ്യത്തെ പാർലമെന്റിൽ നിയമങ്ങൾ പാസാക്കുന്നത്, സുപ്രീം കോടതി വിധി ആ നിയമത്തെ തുടർന്ന് ഈ രാജ്യത്ത് പറയുന്നത്, ഈ രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. ആ രാഷ്ട്രീയത്തിൽ നമ്മൾ സക്രിയമായി ഇടപെടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അംബേദ്കർ അപമാനിച്ചു അമിത്ഷാ. വലിയ പ്രതിഷേധമുണ്ടായി, ഇന്നും പ്രതിഷേധമുണ്ടായി. എന്തുകൊണ്ടാണ് BJP-ക്കാർ അംബേദ്കറെ ഭയക്കുന്നത്? ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ച എന്തായിരുന്നു? ഭരണഘടനയായിരുന്നു. ഭരണഘടന അട്ടിമറിക്കാൻ പോകുന്നു എന്ന ഭീതിയാണ് രാജ്യത്ത് BJP-ക്ക് 400 സീറ്റ് നൽകാതെ, കേവല ഭൂരിപക്ഷം നൽകാതെ BJP-യെ താഴോട്ട് കൊണ്ടുവന്നത്. ഭരണഘടന അട്ടിമറിക്കാൻ പോകുന്നു, ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോകുന്നു എന്ന് വലിയ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. ആരാണ് അംബേദ്കർ? അംബേദ്കർ എങ്ങനെയാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായത്? 1946 അംബേദ്കർ ബോംബെയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്, പരാജയപ്പെട്ടു പോയി. ഭരണഘടനാ അസംബ്ലിയിലേക്ക് അംബേദ്കർ മുംബൈയിൽ നിന്ന് മത്സരിച്ചിട്ട് അംബേദ്കർ പരാജയപ്പെട്ടു പോയി. ആ അംബേദ്കർ പിന്നെ എങ്ങനെയാണ് ഭരണഘടനാ അസംബ്ലിയിലേക്ക് എത്തിയത്? ആ അംബേദ്കർ പിന്നെ എങ്ങനെയാണ് ഭരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായത്? ബംഗാളിൽ കൊണ്ടുപോയി അവിടെ മത്സരിപ്പിച്ചു, അവിടെ നിന്ന് ജയിപ്പിച്ചു. അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അവിടെ കൊണ്ടുപോയി ജയിപ്പിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സക്രിയമായി ഇടപെടുക എന്നതാണ്, അതിന് നേതൃത്വം കൊടുക്കാൻ യുവാക്കൾ രംഗത്ത് വരിക എന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കരണീയമായിട്ടുള്ളത്. മാറി നിൽക്കുക എന്നതല്ല. രാഷ്ട്രീയ പ്രവർത്തകന്മാർ എന്തെല്ലാം പറയണം? ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം ആരാണ്? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഹൈന്ദവരാണ്. അവിടെ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ബംഗ്ലാദേശിലെ ഹൈന്ദവർക്കെതിരായി വലിയ അതിക്രമം ഉണ്ടായി. പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പ്രസ്താവന ഇറക്കി. എന്താ തങ്ങൾ പറഞ്ഞത്? ഒരു രാജ്യം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്നറിയണമെങ്കിൽ ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട്, ആ രാജ്യത്തെ പിന്നാക്ക സമൂഹത്തോട് ആ രാജ്യത്തെ ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയാൽ മതി. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹൈന്ദവർക്ക് നേരെ നടക്കുന്ന അക്രമം. ഇവിടെ BJP വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം വാരിക്കോരി കൊടുക്കും, ന്യൂനപക്ഷങ്ങൾക്ക് അധികാരം കൊടുക്കും, ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കും. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആ രാജ്യത്തെ ഭരണകൂടം എങ്ങനെ നോക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം ആ രാജ്യം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്ന വർത്താനാണ്. അത് ലീഗിന്റെ എക്കാലത്തെയും നിലപാടാണ്.
ഇന്ത്യ വിഭജനമുണ്ടായപ്പോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ മഹാനായ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് പറയുന്നുണ്ട്, ഞങ്ങളെ സഹായം വല്ലതും വേണോ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാന്റെ വല്ല സഹായം വേണോ? അന്ന് മഹാനായ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ലിയാഖത്ത് അലി ഖാനോട് പറയുന്നുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യം നോക്കാൻ ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, ഭരണഘടനയുണ്ട്, ഒരു രാജ്യമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ഹൈന്ദവരെ സംരക്ഷിക്കലാണ്. ഒരു രാജ്യം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമ്പോഴല്ലേ ആ രാജ്യം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് പറയാൻ കഴിയുക? ഇന്ത്യയിൽ അങ്ങനെയാണോ? അപ്പൊ ചോദിക്കും, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇത്തവണ BJP-യുടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മുദ്രാവാക്യം എന്തായിരുന്നു? നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം അപ്നി ബാർ 400 ബാർ. ഇത്തവണ 400 സീറ്റ്. എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞു BJP-ക്ക് 400 സീറ്റ് കിട്ടും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എത്ര സീറ്റ് കിട്ടി? കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. 242 സീറ്റിൽ ഒതുങ്ങി. എങ്ങനെ ഒതുങ്ങി? നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ BJP-യെ താഴോട്ട് കൊണ്ടുവരാൻ കഴിയോ? BJP-യെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയോ? BJP-യെ കേന്ദ്രത്തിൽ നിന്ന് ഭരണം നഷ്ടപ്പെടുത്താൻ കഴിയോ? മാത്രമാണോ? ഇവിടെ എന്തിനാണ് സമ്പൽ ഇപ്പോ പള്ളി തകർക്കാൻ പോകുന്നത്? എന്തിനാണ് അജ്മീർ ദർഗയുടെ കാര്യം പറയുന്നത്? എന്തിനാണ് ഷാഹി പള്ളിയുടെ കാര്യം പറയുന്നത്? സമ്പൽ എന്ന പ്രദേശത്ത് മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ്. അവിടെ മുസ്ലിങ്ങളും യാദവരുമാണ് വലിയ ഭൂരിപക്ഷം ഉള്ളത്. യാദവർ എന്ന് പറഞ്ഞാൽ അഖിലേഷ് യാദവിന്റെ പാർട്ടിയുടെ കൂടെയാണ് മഹാഭൂരിപക്ഷം. മുസ്ലിങ്ങളും BJP-ക്കെതിരാണ്. അപ്പോൾ ആ സമ്പലില് ഒരു ഷാഹി പള്ളിയുടെ കാര്യം പറഞ്ഞിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ട് കള്ളിയിലാക്കണം. എന്നിട്ട് അവിടെ BJP-ക്ക് അധികാരത്തിൽ വരണം. അവിടെ RSS-ന് മേൽക്കൈ ഉണ്ടാക്കണം. എവിടെയെല്ലാമാണോ ഈ വിദ്വേഷം പറയുന്നത്, ആ വിദ്വേഷങ്ങളിലൂടെ BJP-ക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ആദ്യമൊക്കെ ഈ വർഗീയത കാണുമ്പോൾ, സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ, ഈ വർഗീയ പ്രചരണങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇത്രയേറെ വർഗീയത, ഇത്രയേറെ വിദ്വേഷം. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനത ഹൈന്ദവ സമുദായം, അവർ BJP-ക്ക് തന്നെ ഇങ്ങനെ വോട്ട് ചെയ്താൽ, അവർ വർഗീയവാദികളായി പോയാൽ, അവർ ഈ വിദ്വേഷ പ്രചരണം വിശ്വസിച്ചാൽ നമ്മൾ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും. എന്ന് നിങ്ങൾ അറിയണം, ഈ വിദ്വേഷങ്ങൾക്ക് തുടക്കമിട്ട അയോധ്യ, ബാബരി പള്ളി തകർത്തിട്ട് അവിടെ രാമക്ഷേത്രം പണിതിട്ട് നരേന്ദ്രമോദി നേരിട്ട് പോയി ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം ഓർക്കുന്നില്ലേ? ആയിരക്കണക്കിന് കോടി രൂപയാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം ചെലവഴിച്ചത്. എന്നാൽ ബാബരി പള്ളി തകർത്ത് രാമക്ഷേത്രം പണിത ഫൈസാബാദിൽ BJP-യെ തറ പറ്റിച്ച് ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയില്ലേ? നമ്മൾ നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, നിരന്തരമായി രാഷ്ട്രീയം പറയുക, കുട്ടികളോട് രാഷ്ട്രീയം പറയുക. അവർ വിദേശത്ത് പോകട്ടെ, എവിടെ പോയാലും രാഷ്ട്രീയം പറയാൻ കഴിയും. ധ്രുവരാത്തി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ യൂട്യൂബിലെ അദ്ദേഹത്തിന്റെ വ്ളോഗുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും എത്ര നന്നായി രാഷ്ട്രീയം പറയുന്ന ആളാണ്. നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകും. പക്ഷെ അദ്ദേഹം താമസിക്കുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ നിന്ന് മനോഹരമായി അദ്ദേഹം രാഷ്ട്രീയം പറയുന്നു. അതിലേറിയ പങ്കും നരേന്ദ്രമോദിക്കെതിരാണ്, RSS-നെതിരാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയം നന്നായി പറയണം. നരേന്ദ്രമോദിക്കെതിരായി മാത്രമല്ല, ആ രാഷ്ട്രീയം അതിന്റെ പകർപ്പായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നവരുമുണ്ട്. അതിന്റെ സൂചനയാണ് ഷാജിക്ക ഇവിടെ പ്രസംഗിച്ചത്. BJP എന്താണ് അവിടെ പറയുന്നത്, അതിനേക്കാൾ ഉഗ്രവിഷത്തോടെ കേരളത്തിലെ തുപ്പുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ണിത്താൻ മത്സരിച്ചപ്പോ ഉണ്ണിത്താന്റെ വേഷത്തിൽ ഒരാള്, നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും, ആ സ്ഥാനാർത്ഥി വീട്ടിൽ നിന്ന് ഇറങ്ങാണ് പ്രചരണത്തിന്. അപ്പൊ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഇന്ന് തളങ്കരയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ സ്ഥാനാർത്ഥി ഉടനെ പൊട്ടുമായ്ക്കുക, അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തൊട്ട കുറി മായ്ക്കാണ്. എന്താണ് CPM-കാര നിങ്ങൾ ഇതിലൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചത്? തളങ്കരയിൽ ചെന്നാൽ, ഏതാ തളങ്കര? മുസ്ലിങ്ങൾ മാത്രം പാർക്കുന്ന ഒരു പ്രദേശമാണ് തളങ്കര. ആ തളങ്കരയിലേക്ക് വന്നാൽ ഉണ്ണിത്താന്റെ ഈ കുറി കണ്ടാൽ, ഉണ്ണിത്താന്റെ ഈ പൊട്ടു കണ്ടാൽ, തളങ്കരയിലെ മുസ്ലിങ്ങൾ ഉണ്ണിത്താനെ വോട്ട് ചെയ്യില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചത്? അങ്ങനെയാണോ നിങ്ങൾ മുസ്ലിങ്ങളെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചത്? അത് അവിടുത്തെ കാര്യം, തളങ്കരയിലെ കാസർകോട്ടെ കാര്യം. ഞങ്ങളുടെ കോഴിക്കോട്ടെ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി ആരാ? എളമരം കരീമിന്റെ പോസ്റ്റർ വന്നു, കരീം കാ.
കരീംക മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് എല്ലായിടത്തും കരീംകക്ക് വോട്ട് ചെയ്യുക. എന്തുണ്ടായി കാസർഗോഡ്, എന്തുണ്ടായി കോഴിക്കോട്, വടകരയിൽ ഇലക്ഷന്റെ തലേ ദിവസം അവസാനത്തെ മണിക്കൂറിൽ ഷാഫി പറമ്പിലിന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട്, ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ കാസിം, ആ കാസിമിന്റെ പേരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കാഫിറാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. ഇലക്ഷന്റെ അവസാനത്തെ മണിക്കൂറിൽ നിങ്ങൾ കണ്ടില്ലേ? തോറ്റുപോയില്ലേ നിങ്ങൾ വടകരയിൽ? തോൽപ്പിച്ചില്ലേ നിങ്ങളുടെ കോഴിക്കോട്ട്? കാസർഗോഡ് നിങ്ങളെ തോൽപ്പിച്ചില്ലേ? നിങ്ങളെ തോൽപ്പിക്കാൻ മാത്രമുള്ള പ്രബുദ്ധത മലയാളിക്കുണ്ട്, ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? പിന്നെ നിങ്ങൾ തൃശ്ശൂര് നിങ്ങൾ രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ചപ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിച്ചു. നിങ്ങൾ പൂരം കലക്കിയത് കൊണ്ട്, നിങ്ങൾ അജിത് കുമാറിനെ ഇറക്കിയിട്ട് അവിടെ പൂരം കലക്കിയപ്പോൾ നിങ്ങൾ BJPക്ക് ഒരു സീറ്റ് കൊണ്ടുപോയി വെച്ച് കൊടുത്തു, തളികയിൽ വെച്ച് കൊണ്ടുപോയി കൊടുത്തു. സുരേഷ് ഗോപി എല്ലായിടത്തും പറയും ഞാൻ തൃശ്ശൂർ ഇന്ന് എടുക്കുമെന്ന്. നിങ്ങൾ വിചാരിക്കേണ്ട തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തതാണെന്ന്. സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ തളികയിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തതാണ് തൃശ്ശൂരിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ ജനങ്ങൾക്ക് പിന്നെ മനസ്സിലായി പാലക്കാട് അതേ തന്ത്രം വീണ്ടും ആവിഷ്കരിക്കാൻ നോക്കി. ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു മാസം അവിടെ ഉണ്ടായിരുന്നു. അവിടെയല്ലേ BJPയും CPM ചേർന്ന് CJP ആയത്? CJP കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നൊരു പുതിയ പേര് ഈ രണ്ട് പാർട്ടികളും ചേർന്ന് സംഘടനമായി പാലക്കാട് അവതരിച്ചത് നമ്മൾ കണ്ടില്ലേ? അതുവരെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. BJP പറയുന്ന കാര്യങ്ങൾ CPM പറയാ, ഒളിഞ്ഞും തെളിഞ്ഞും പറയാ, BJPയേക്കാൾ ഗംഭീരമായി പറയാ, BJP പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പറയാം. ഇതൊക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടത്. പാലക്കാട് നേരിട്ടായിരുന്നു കച്ചവടം. BJPയുടെയും CPMന്റെയും നേതാക്കന്മാർ ഒരുമിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, ഓപ്പറേഷൻ പാലക്കാട് എന്ന പേരിൽ. അതിലാരൊക്കെ അംഗങ്ങൾ? TV രാജേഷ്, A റഹീം, MD രാജേഷ്, രാജേഷിന്റെ അളിയന്. ഞാനൊരു ചാനൽ ചർച്ചയിൽ VV രാജേഷിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഉൾക്കൊള്ളുന്ന വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഓപ്പറേഷൻ പാലക്കാട് എന്ന് പറഞ്ഞിട്ട്, CPMും BJPയും തമ്മിൽ. അപ്പോൾ ഉടനെ VV രാജേഷ് പറഞ്ഞു എൻ്റെ ഫോൺ തരാമെന്ന്. ചർച്ച നയിക്കുന്നത് വിനുവാണ്. വിനു പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആ ഫോണല്ല എന്ന് ഉറപ്പായി. അത് CPMകാർ തന്നെ പറഞ്ഞതാണ്. അതിനകത്തുള്ള ആളുകൾ നിങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്. അതെപ്പോഴാണ് നമുക്ക് ബോധ്യമായത്? ഒരു നീല ട്രോളി ഉറക്കുന്നില്ലേ നിങ്ങൾ? ഒരു നീല ട്രോളിയിൽ രാഹുൽ മാങ്കുടത്തിൽ പൈസ കൊണ്ടുപോയി. എവിടേക്ക്? KP മുസ്തഫന്റെ ഹോട്ടലിലേക്ക്. ആരാ KP മുസ്തഫ? KP മുസ്തഫ എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിനെതിരെ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ആരെങ്കിലും പൈസയായിട്ട് മുസ്തഫന്റെ ഹോട്ടലിലേക്ക് പോകുമോ? നിങ്ങളുടെ നീല ട്രോളിയായിട്ട് പോയി രാഹുൽ മാങ്കുടത്തിൽ പിറകിലൂടെ ചാടി ഓടി എന്തെല്ലാം കള്ളമാണ് ഇവർ പറഞ്ഞത്. ആരൊക്കെയാ പറയുന്നത്? ഒരേ സമയത്ത് DYFയുടെ നേതാക്കന്മാര്, A റഹീം, വസീഫ്, മറുഭാഗത്ത് VV രാജേഷ്, BJPയുടെ നേതാക്കന്മാർ എല്ലാവരും ഒരുപോലെ പറഞ്ഞു. എന്നിട്ട് A റഹീം ചോദിക്കാണ്, രാഹുൽ മാങ്കുടത്തിലും ഷാഫി പറമ്പിലും ജ്യോതികുമാർ ചാമക്കാലയും ആ KPM ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ പോയത് എന്തിനാ? അപ്പോൾ പറഞ്ഞു മീറ്റിംഗ് കൂടാനാണ്. കോൺഫറൻസ് ഹാളിലാണോ മീറ്റിംഗ് കൂടുന്നത്? A റഹീം, കോൺഫറൻസ് ഹാളിലല്ലാതെ പിന്നെ എവിടെയാ മീറ്റിംഗ് കൂടെ സഖാവേ? എന്തിനാണ് നീല ട്രോളിയുമായി രാഹുൽ മാങ്കുടത്തിൽ ഹോട്ടലിലേക്ക് പോയത്? ഹോട്ടലിലേക്ക് പിന്നെ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ടാ പോവാ, തലയണയും കിടക്കയൊക്കെ ആയിട്ടാ പോവാ. അവിടേക്ക് ട്രോളി ആയിട്ടല്ലേ പോവാ, നമ്മുടെ വസ്ത്രമായിട്ടല്ലേ പോവാ. BJPക്കാരനും CPMകാരനും ഒരുപോലെ ഒരുമിച്ചു. എന്നിട്ട് അവസാനം സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നു. എന്തെല്ലാം ആക്ഷേപമാണ്! സന്ദീപ് വാര്യരെ കുറിച്ച് നമ്പർ 1 കോംറേഡ് എന്ന് പറഞ്ഞത് AK ബാലൻ, അദ്ദേഹം നല്ല സഖാവാകും എന്ന് പറഞ്ഞത് AK ബാലൻ, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞത് AK ബാലൻ. ആ സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്നപ്പോ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാവിലെ പത്രങ്ങളിൽ പരസ്യം, മതം നോക്കി പത്രത്തിൽ പരസ്യം. 2 പത്രമെടുത്തു. എന്നിട്ട് ഈ പറയുന്ന സന്ദീപ് വാര്യർ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം 1-ാം പേജിൽ അച്ചടിച്ചു പരസ്യമാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു. എത്ര മനോഹരമായിട്ടാണ് സന്ദീപ് വാര്യർ അതിനെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ പഴയകാലം ചികയുന്നവർ, ഞാൻ BJP ആയപ്പോ, ഞാൻ RSS ആയപ്പോ, ഞാൻ വിദ്വേഷത്തിന്റെ വക്താവായപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എഴുന്നള്ളിക്കുന്നവർ ഒരു ചരിത്രം മറക്കരുത്. ആ ചരിത്രം മറ്റാരുടേതുമല്ല, അത് ഖലീഫ ഉമറിന്റെ ചരിത്രമാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവർക്ക്. ഇല്ലേ? ആ സന്ദീപ് വാര്യർ വന്നപ്പോ പാണക്കാട് തങ്ങളെ കുറിച്ച് ആക്ഷേപം. ഇവിടെ ഷാജിക്ക പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പാണക്കാട് തങ്ങൾ ആരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാ? ആർക്കാണ് നാട്ടുകാർക്ക്, ഏത് ജനങ്ങൾക്ക് ഗുണമുള്ളത്? ആരെ കൊണ്ടാണ്?
പിണറായി വിജയൻ ഒരു യാത്ര നടത്തിയില്ലേ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ, ഇല്ലേ? നവകേരള യാത്ര. എൻ്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തിട്ട് എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? മൂപ്പരെ വരവന്മാരി വരവായിരുന്നു. മൈക്കിൾ ജാക്സണൊക്കെ വരുന്ന മാതിരി ബസ്സിൽ ലിഫ്റ്റിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരിക, മൂപ്പര് കൈയൊക്കെ അങ്ങനെ വീശുക. ഇതിലൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കൂല, ഒരാളോട് ചിരിക്കൂല, ഒരാൾക്ക് തൊടാൻ പറ്റൂല. ആകെ ഒരൊറ്റ ആളാണ് മുഖ്യമന്ത്രിയെ തൊട്ടത്. അത് മലപ്പുറത്തുള്ളൊരു കുട്ടിയാണ്. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് സല്യൂട്ട് അടിച്ചപ്പോൾ കരണക്കുറ്റിക്ക് ഒന്ന് കിട്ടി. ആ തൊടലല്ലാതെ വേറെ ഒരാൾക്കും പിണറായി വിജയനെ തൊടാൻ പറ്റിയില്ല. ഏതെങ്കിലും ഒരാൾക്ക് സഖാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ നവകേരള സദസ് കൊണ്ട് ഗുണമുണ്ടായോ? ഉണ്ട്, ഒരാൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയിൽ ആ സാധുവിന് ഒരു 3,97,000 രൂപ ബാങ്കിൽ, കേരള ബാങ്കിൽ ലോൺ എടുത്തിട്ട് വീട് ജപ്തിയായി. പിണറായി വിജയൻ വന്നപ്പോൾ പിണറായി വിജയന് അപേക്ഷ കൊടുത്തു. നമ്മൾ ഉള്ളത് പറയണല്ലോ, 20ാമത്തെ ദിവസം അയാൾക്ക് മറുപടി കിട്ടി. എന്താ മറുപടി എന്നറിയോ? നിങ്ങൾക്ക് 3,97,000 രൂപ നിങ്ങൾക്ക് വീടിന് ജപ്തിയായി എന്ന സങ്കടം അറിഞ്ഞു, ഞങ്ങൾക്കും പ്രയാസമുണ്ട്. നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ നിങ്ങൾ നൽകിയ പരാതി പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ ജപ്തി ഒഴിവാക്കുന്നതിനായി 517 രൂപ കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. സഖാക്കളെ, ഞാൻ വെല്ലുവിളിക്കാനത് ഞാൻ കള്ളം പറയല്ല. ഈ തൃക്കരിപ്പൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് സമ്മേളനത്തിൽ വന്നിട്ട് കള്ളം പറഞ്ഞിട്ട് പി കെ ഫിറോസ് പോവുകയാണ് എന്ന് വിചാരിക്കേണ്ട. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ആ മനുഷ്യന് കൊടുത്ത മറുപടി കത്ത്. ആ സാധു എന്തു ചെയ്യണമെന്ന് അറിയില്ല. കുറേ നേരം ഇങ്ങനെ നിശ്ചലമായി നിന്നു. നല്ല CPM കാരനാണ്. അവസാനം അയാൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി, ഒരു കവറിംഗ് ലെറ്ററും വെച്ചിട്ട്, ഞാനൊരു സാധനം കൊടുത്തയക്കുന്നുണ്ട്, ഇത് നല്ലോണം പുഴുങ്ങി തിന്നിട്ട് ഇതിൻ്റെ രുചി എന്താണ് എന്ന് ഒന്നെന്നെ അറിയിക്കണം. പാണക്കാട് തങ്ങൾ ഒരു സദസ്സ് നടത്തുന്നുണ്ട്. അത് കൊല്ലത്തിലല്ല, അത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പല്ല, നികുതി പണം എടുത്തിട്ടല്ല, നാട്ടുകാരുടെ പണം ചെലവഴിച്ചിട്ടല്ല. ആ സദസ്സ് എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടാകും. പാണക്കാട്ടെ കോലായിലേക്ക് പോയാൽ എത്ര മനുഷ്യരാണ് അവരുടെ സങ്കടങ്ങളുമായി അവിടേക്ക് ചെല്ലുന്നത്. ആ സങ്കടങ്ങൾക്ക് പരിഹാരം കാണും. ആരുടെയൊക്കെ സങ്കടങ്ങൾ? തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്നു, മാരിമുത്തു. ഭർത്താവ് കുവൈത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കാണ്. മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ കുടുംബം 30 ലക്ഷം വേണം. തമിഴ്നാട്ടിൽ നിന്ന് എവിടേക്കാണ് വരുന്നത്? കേരളത്തിലേക്ക്, പാണക്കാട്ടേക്ക്. പാണക്കാട് തങ്ങൾ 30 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുത്തു എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ ജയിൽ മോചിതനായി. തമിഴ്നാട്ടുകാരൻ. ലീഗിന് അവിടെ ശാഖയില്ല. ലീഗ് ഒരു കാലത്തോടെ മത്സരിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയിൽ ഈ പാണക്കാട് തങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ 30 ലക്ഷം രൂപ ശരിയാക്കി കൊടുത്ത പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഓർക്കുന്നില്ലേ? വയനാട്ടിലെ ഉരുൾപൊട്ടൽ. നേരം പുലർന്നപ്പോഴാണ് നമ്മളൊക്കെ ആ വാർത്ത കാണുന്നത്. നമ്മളൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പായി പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ എത്തി. കരഞ്ഞുകൊണ്ട് അവർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും മരിച്ചുപോയി, ഉടുത്ത വസ്ത്രം മാത്രമാണ് ബാക്കിയുള്ളത്, വേറെ ഒന്നുമില്ല, തങ്ങളെ കൈവിടരുത് എന്ന് പറഞ്ഞപ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാണക്കാട് തങ്ങൾ പറഞ്ഞു, കൈവിടില്ല എന്ന് മാത്രമല്ല, അവസാനം വരെ നിങ്ങളുടെ കൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകും. അവർക്ക് വാക്കുകൊടുത്തു. കേരളത്തിലെ മുഖ്യമന്ത്രി ആദരണീയനായ പിണറായി വിജയനോട് വളരെ മാന്യതയോടെ പറയട്ടെ, പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പോയിട്ട് പാണക്കാട്ടെ കോലായിലെ ആ കസരെ വിമർശിക്കാനുള്ള അർഹത പോലും നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്യാത്തത് പാണക്കാട് തങ്ങൾ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ വയനാട്ടുകാർക്ക് എന്താ ചെയ്തു കൊടുത്തത്? 542 കോടി രൂപ നവംബർ മാസം വരെ സർക്കാർ ഖജനാവിലേക്ക് നമ്മളൊക്കെ കൊടുത്തു. എല്ലാവരും കൊടുത്തു. കാരണം ആ ദുരന്തം അറിയുന്ന ആരാണ് പണം കൊടുക്കാതിരിക്കുക? രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടായിട്ട് UDF പറഞ്ഞു MLA-മാരെല്ലാം കൊടുക്കണം, 1 മാസത്തെ ശമ്പളം കൊടുക്കണം. 542 കോടി രൂപയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കിടക്കുന്നത്. വേറെ ഒരു 700 കോടി വേറെയുണ്ട്. 1200 കോടി രൂപയുണ്ട്. 5 മാസമായി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഈ നിമിഷം വരെ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. വാടക പോലും കൊടുക്കാത്ത കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോഴാണ്, യൂത്ത് ലീഗ് പറഞ്ഞപ്പോഴാണ് വാടക കിട്ടാത്ത കുടുംബത്തിന് വാടക കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. ചികിത്സാ പണം കിട്ടാത്തവർ അടിയന്തര സഹായമായി 10,000 രൂപ വരെ പ്രഖ്യാപിച്ചു. കിട്ടിയില്ല ആർക്കും. പാണക്കാട് തങ്ങൾ പറഞ്ഞു എല്ലാവർക്കും 15,000 കൊടുക്കാൻ. എന്നിട്ട് പറഞ്ഞു ചെക്ക് കൊടുക്കണ്ട. കാരണം എന്താ? ചെക്ക് കൊടുത്താൽ ആ ചെക്ക് ബാങ്കിലിട്ടാൽ ഈ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ ബാങ്കാണ്. ആ പണം പോലെ അവർ അടിച്ചു മാറ്റും. അതുകൊണ്ട് എല്ലാവർക്കും റൊക്കം പണമായി 15,000 രൂപ കൊടുത്തു. വ്യാപാരികൾക്ക്, ഈ തൃക്കരിപ്പൂരിലെ വ്യാപാരികളോട് ഞാൻ പറയട്ടെ,
അവിടെ തകർന്നു പോയ വ്യാപാരികൾ ആ വ്യാപാര സ്ഥാപനങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വീതം കൊടുത്തു. വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളുടെ കടയിൽ കയറി സംഭാവന വാങ്ങാറുണ്ട്. ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്ക് പണം നൽകുന്നത്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. എല്ലാവർക്കും കൊടുത്തു. ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീപ്പ്, ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷ. അവസാനം സർക്കാർ പറഞ്ഞു, ലീഗ് 100 വീട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. നമ്മൾ പ്രതീക്ഷിച്ചു ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കും, എങ്കിൽ ആ ടൗൺഷിപ്പിൽ നമുക്കൊരു 100 വീട് ഉണ്ടാക്കാം. നിങ്ങളറിയോ, സെപ്റ്റംബർ 30-നകം വീടിന്റെ സ്ഥലം ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ഇന്ന് വരെ സ്ഥലം ഏറ്റെടുത്തില്ല. ഇന്ന് ഞങ്ങൾ ഉപസമിതിയുടെ അംഗങ്ങൾ PK ബഷീർ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ആർക്കിടെക്ട് ആ ടോണിയുമായി ചർച്ച നടത്തിയിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നത്. ഞങ്ങൾ തീരുമാനിച്ചു, പാർട്ടി തീരുമാനിച്ചു, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനിച്ചു, ഇനി സർക്കാരിനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ലീഗ് പ്രഖ്യാപിച്ച 100 വീട് അത് 101 ആവുകയല്ലാതെ അത് 99 ആകാൻ പാടില്ല. 100-ൽ കൂടുതൽ വീട് സ്വന്തം സ്ഥലം ഏറ്റെടുത്ത് അവിടെ നിർമ്മിച്ചു കൊടുക്കാൻ പാണക്കാട് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. സ്ഥലം ഏറ്റെടുത്ത് ടോണിയെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മൾ പറഞ്ഞു 1000 സ്ക്വയർ ഫീറ്റ്. സർക്കാർ ആദ്യം 600 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് പറഞ്ഞപ്പോൾ പിന്നെ സർക്കാരിനും ഗത്യന്തരമില്ലാതെ പറയേണ്ടി വരുന്നു 1000 സ്ക്വയർ ഫീറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഗുണം ഈ ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പോലും ഈ നാട്ടുകാർക്ക് ചെയ്യാത്ത ഒരു സർക്കാരല്ലേ ഇന്ന് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കറണ്ട് ചാർജ് എത്ര തവണയാണ് കൂട്ടിയത്? 5 തവണയല്ലേ കൂട്ടിയത്? കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 10ാം ക്ലാസ്സിലെ ചോദ്യ പേപ്പർ ചോർന്നില്ലേ? ശിവൻകുട്ടിയോട് ചോദിക്കുമ്പോൾ ശിവൻകുട്ടി പറയാണ്, ചോദ്യമല്ലേ ചോർന്നുള്ളൂ, ഉത്തരം ചോർന്നിട്ടില്ലല്ലോ. ചോദ്യ പേപ്പർ ചോർന്നാൽ എന്താ, ഉത്തരം ചോർന്നിട്ട്? ഇമാതിരി ഒരു മനുഷ്യൻ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഉറക്കമഴിച്ച് പഠിക്കുക. നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്താണ്? എത്ര ആളുകളാണ് ഓരോ ദിവസവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? പാലക്കാട്ട് 5 പേർ, പത്തനംതിട്ടയിൽ 5 പേർ, കരിമ്പയിൽ 5 പേർ. ഓരോ ദിവസവും പത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ റോഡ് സേഫ്റ്റിക്ക് എന്തെങ്കിലും കാര്യം ഈ നാട് ഭരിക്കുന്ന സർക്കാർ ചെയ്യുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ KSRTC ബസ്സിന്റെ കാര്യം എന്താ പ്രിയപ്പെട്ടവർ? കൊല്ലത്തുനിന്ന് ഒരു ദിവസം വാർത്ത എന്താണെന്നറിയോ? ഒരു ചങ്ങാതി KSRTC ബസ് സ്റ്റാൻഡിൽ വന്നാണ്. ഇയാൾക്ക് വീട്ടിലേക്ക് ഇയാൾ എന്ത് ചെയ്യുന്നു അറിയാം? അവിടെ നിർത്തിയിട്ട് ഒരു KSRTC ബസ് എടുത്തിട്ട് അയാൾ വീട്ടിലേക്ക് പോയി. നേരെ പുലർന്നപ്പോൾ ഇയാളെ വീട്ടിന് മുമ്പിൽ ഒരു KSRTC ബസ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ആരോഗ്യവകുപ്പ് നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ നാട്ടിലെ ആരോഗ്യവകുപ്പൊക്കെ എത്ര മാതൃകാപരമായിട്ട് പ്രവർത്തനം നടത്തിയ ആരോഗ്യവകുപ്പാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ തലയുയർത്തി പിടിച്ചൊരു കോളേജായിരുന്നു. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയുടെ ചെറുവിരലിന് പരിക്ക് പറ്റിയിട്ട് സർജറിക്ക് കൊണ്ടുവന്നാണ്. സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയുടെ വായിൽ പഞ്ഞി. അപ്പോൾ ഉമ്മ ചോദിച്ചു, ഇതെന്താ വായിൽ പഞ്ഞി? അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, നാവിനല്ലേ കുഴപ്പം? നാവ് സർജറി ചെയ്തിരിക്കണം. അപ്പോൾ പറഞ്ഞു കൈവിരലാണ് പരിക്കുള്ളത്. അപ്പോൾ ഡോക്ടർ പറയണം, എന്നാൽ പിന്നെ കൈവിരലും ചെയ്യാൻ അതിന് പൈസ വേണ്ടെന്ന്. ഇടത്തെ കാലിന് പരിക്കുള്ള ഒരാൾ ആശുപത്രി ചെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത്തെ കാലിന് സർജറി. എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം മറക്കാൻ വേണ്ടി ഈ അജിത് കുമാറിനെ പോലെയുള്ള ആളെ DGP ആക്കി വെക്കുക. ഞാൻ ഈ പരിപാടി സംസാരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അജിത് കുമാർ DGP ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ DGP പദവി എന്ന് പറയുന്നത് RSSന് റിസർവേഷനാണ് കേരളത്തിൽ. ലോക്നാഥ് ബെഹ്റ ഓർക്കുന്നില്ലേ? നരേന്ദ്രമോദി അമിത്ഷായെ ഗുജറാത്തിലെ കലാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ആളാണ്. അയാൾ അവിടെ DGP ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ദർവേഷ് വന്നു. ആ ദർവേഷ് RSSകാരനല്ല, പക്ഷേ അയാൾക്ക് ഒരു അധികാരമില്ല. അയാളെ നേരെ താഴെ അയാളേക്കാൾ മുകളിൽ ലോ ആൻഡ് ഓർഡർ മുഴുവൻ ചുമതലയും ആർക്ക്? അജിത് കുമാറിന്. ഇപ്പൊ അജിത് കുമാറിനെ DGP ആക്കി വെക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കാസർഗോഡ് ജില്ലയിൽ അല്ലേ റിയാസ് മൗലവി കൊല്ലപ്പെട്ടത്? ആ റിയാസ് മൗലവി പള്ളി കിടന്നുറങ്ങുമ്പോൾ ആ മനുഷ്യന് അറിയില്ല ഞാൻ എന്തിനാണ് മരിച്ചതെന്ന്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ലാത്ത റിയാസ് മൗലവി, ആ റിയാസ് മൗലവി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് RSSകാർ വന്ന് കഴുത്തറുത്ത് കൊന്നത്. ആ കൊലപാതക കേസിലെ പ്രതികൾ വെറുതെ വിട്ടില്ലേ? ആ പ്രതികൾ ഊരിപ്പോയില്ലേ? ഈ അജിത് കുമാർ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ളപ്പോൾ പോലീസ് തയ്യാറാക്കിയ ചാർജ് ഷീറ്റ് വെച്ച് അയാൾ ശിക്ഷിക്കപ്പെടുമോ? ഇനി അജിത് കുമാർ DGP ആയാൽ എന്തായിരിക്കും അവസ്ഥ? നീതി കിട്ടുമോ? RSSകാർ. എന്നിട്ട് ഇവർക്ക് എന്താ പ്രശ്നം? ഇവർക്ക് മെക്സവനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. നാട്ടിലെ കുറച്ച് ആളുകൾ വ്യായാമത്തിന് വേണ്ടി അവരിങ്ങനെ വട്ടം കൂടുമ്പോൾ അതിൻ്റെ പേരിൽ ഇവർ ഇങ്ങനെ പോയാൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുമത്രേ. ഇവിടെ തീവ്രവാദമാണ്, വർഗീയതയാണ്. കുറച്ച് ആളുകൾ, അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളില്ലേ, അവരാരും ആയിക്കൊള്ളട്ടെ,
ഞാനതിൻ്റെ പ്രൊമോട്ടറല്ല, ജീവിതത്തിൽ ഇന്ന് വരെ അതിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ നാട്ടിൽ കുറേ ആളുകൾ വ്യായാമം ചെയ്താൽ ഈ നാട്ടിൽ എന്ത് കുഴപ്പമുണ്ടാവുക? അപ്പോൾ പറയുന്നത് അതിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട്. എല്ലാ വിഭാഗം ആളുകൾ ജാതിയും അതൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് ഒരു പരിപാടി ഒരു നാട്ടിൽ പങ്കെടുത്താൽ അത് നല്ല കാര്യമല്ലേ? എന്തിനാ മോഹൻ മാഷെ നിങ്ങൾ ഈ നാട്ടിൽ ഇങ്ങനെ വർഗീയത പറയുന്നത്? എന്തിനാ ഗോവിന്ദ മാഷെ നിങ്ങളിങ്ങനെ നാട്ടിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, വർഗീയത പറയുക? ഒരു സമ്മേളനം നടത്തിയ അതിൽ പോലും ഞാനിപ്പോൾ ചോദിച്ചു ഇവിടെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റിനോട്, നിങ്ങൾ ഇവിടെ സമ്മേളനം നടത്തിയപ്പോൾ പെർമിഷൻ എടുത്തിട്ടില്ലേ? ഉണ്ട്, പെർമിഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പെർമിഷൻ എടുത്ത് നമ്മൾ സമ്മേളനം നടത്തുന്നു. CPM-ൻ്റെ ഏരിയ സമ്മേളനം എങ്ങനെ നടക്കുക? CPM-ൻ്റെ ലോക്കൽ സമ്മേളനം എങ്ങനെ നടക്കുക? ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു റോഡ് അങ്ങ് അടച്ചു പൂട്ടുകയാണ്, എന്നിട്ട് അവിടെ സ്റ്റേജ് കിട്ടുക. ഇവിടെ വിജയരാഘവൻ പറയാണ്, എന്തിനാണ് നിങ്ങൾ ആൾക്കാരൊക്കെ കാറിൽ പോകുന്നത്, നടന്നു പോയിക്കൂടെ? വിജയരാഘവൻ നടന്നിട്ടാണോ പോകുന്നത്? പിണറായി വിജയൻ നടന്നിട്ടാണോ പോകുന്നത്? ഗോവിന്ദ മാഷ നടന്നിട്ടാണോ പോകുന്നത്? എങ്ങനെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു ഗവൺമെൻറ്, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമില്ലാത്തൊരു ഗവൺമെൻറ്. ഞാൻ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരോട് പറയട്ടെ, ഈ സർക്കാരിനെ സഹിക്കാൻ ഇനി ഒറ്റ കൊല്ലം കൂടിയുള്ളൂ. ഈ ഒരു കൊല്ലം നമുക്ക് വിശ്രമം ഉണ്ടാവില്ല. അസീസ് കളത്തൂർ ഇവിടെ ഇരിക്കുന്നുണ്ട്, യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്. ഫായിസ് ഉണ്ട്, ഒരുപാട് യൂത്ത് ലീഗ് നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരോട് പറയാണ്, ഒരു കൊല്ലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യം ഷാജിക്ക പറഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കണം. അതുമാത്രമല്ല, 2026 ഈ നാട് ഭരിക്കുന്ന, ഈ നാട് കൊള്ളയടിക്കുന്ന, കുടുംബം ഒന്നാകെ നാട് കൊള്ളയടിക്കുന്ന ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കൊല്ലം വിശ്രമമില്ലാതെ സമരമാണെങ്കിൽ സമരം, ഈ തെരുവിൽ മുദ്രാവാക്യം മുടക്കേണ്ട സമയത്ത് തെരുവിൽ മുദ്രാവാക്യം മുടക്കാൻ, നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ, അനീതിക്കെതിരായി പുടപൊരുതാൻ അടുത്തൊരു വർഷം ജാഗ്രതയോടെ ഈ തെരുവിൽ യൂത്ത് ലീഗ് ഉണ്ടാകണമെന്ന് പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്.